നമസ്തേ. ഗ്രീൻ സിഗ്നേച്ചർ ഓർഗാനിക്സിൻ്റെ ഒരു പ്രോഡക്റ്റായ കോൾഡ് പ്രസ് കോക്കനട്ട് ഓയിലിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള കോക്കനട്ട് മാത്രമാണ്. അതിൽ വെസ്റ്റ് കോസ്റ്റ് ഓൾ അഥവാ കുറ്റ്യാടി തെങ്ങിൻ്റെ തേങ്ങയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു തേങ്ങ തന്നെ 500 to 600 ഗ്രാം ഉണ്ടാകും. അപ്പോൾ അതിനുള്ളിലെ കാമ്പ് കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന കോക്കനട്ട് മിൽക്കും കോക്കനട്ട് ഓയിലും അതുപോലെ കൂടുതലായിരിക്കും. ഇതാണ് ഈ തേങ്ങയുടെ പ്രത്യേകത. ഇനി ഓയിൽ ഉണ്ടാക്കുന്ന ടെക്നിക്കാണ് പറയുന്നത്. അതായത് നോർമൽ ഓയിൽ ഉണ്ടാക്കുന്നത് എക്സ്പെല്ലർ ഉപയോഗിച്ചാണ്. അതിലൊരു മാക്സിമം വോളിയം കൊപ്ര ഇട്ട് കൊടുത്താൽ 10 to 15 മിനിറ്റ്സിൽ ഓയിലാകും. എന്നാൽ കോൾഡ് പ്രസ് ഓയിൽ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് പണ്ട് കാലത്ത് കാളയെ വെച്ച് എണ്ണ ആട്ടിക്കൊണ്ടിരുന്ന ഒരു ടെക്നിക്കാണ്. അതൊരു സർട്ടൈൻ സ്പീഡിലാണ് കറങ്ങുന്നത്. വളരെ കുറച്ച് കൊപ്ര മാത്രമേ അതിലിടാൻ പറ്റുകയുള്ളൂ. പ്രൊഡക്ഷനും കുറച്ചാണ് കിട്ടുന്നത്. അതുപോലെ ടൈം കൺസ്യൂമിങ്ങും ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ എണ്ണ ചൂടാകാതെയാണ് ആട്ടിയെടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ എന്നല്ല, ഏത് ഓയിലും ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ മാറും. അപ്പോൾ കെമിക്കൽ കോമ്പോസിഷൻ മാറാത്ത കോൾഡ് പ്രസ് ടെക്നിക്കിലൂടെ എടുക്കുന്ന ഇങ്ങനെയുള്ള ഓയിലാണ് ഏറ്റവും നല്ലതും. ഇനി അതിൻ്റെ യൂസസ് ആണ് പറയുന്നത്. മൗത്ത് പുള്ളിങ്, അതായത് ഒരു സ്പൂണോ അര സ്പൂണോ എണ്ണ വായിൽ കൊണ്ട് ഉമിനീരുമായി ചേർന്ന് കുലുക്ക് പിഴിയണം. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് നമ്മുടെ മോണ ഹെൽത്തി ആകും, 2 പല്ലിലെ കേടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും, പിന്നെ വായിൽ ഉള്ള ടോക്സിൻസ് ഒക്കെ ഇറങ്ങി വരും. എന്നിട്ട് അത് തുപ്പിക്കളയണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ എണ്ണ ഇൻടേക്ക് എടുക്കുന്നത് ഡൈജഷന് നല്ലതാണ്. ഇതിൽ omega-3 കണ്ടന്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ആൻറ്റി ഏജിങ്ങിനും നല്ലതാണ്. അതുപോലെ ഈ ഓയിൽ സ്കിന്നിലും ഹെയറിലും ഒക്കെ മോയ്സ്ചറൈസറായിട്ടും അപ്ലൈ ചെയ്യാം. താങ്ക് യു.